എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു കഥയുണ്ട്. വലിയ ധർമ്മിഷ്ഠനായൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ജാഫർ ബിൻ അബീ ത്വാലിബ് എന്നാണ്. അദ്ദേഹം തൻ്റെ തോട്ടത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ ഒരു കറുത്ത അടിമയായൊരു മനുഷ്യനെ കാണുന്നുണ്ട്. ആ അടിമയുടെ അടുത്തേക്ക് വിശന്നു കൊണ്ടൊരു നായ കടന്നു വരുന്നുണ്ട്. അപ്പോൾ തൻ്റെ കയ്യിലുള്ള ഭക്ഷണം അതിൽ നിന്നൊരു 10 രൂപ ആ നായക്ക് നൽകുന്നുണ്ട്. പൂർണ്ണമായിട്ടും ആ നായ കഴിച്ചതിന് ശേഷം ആ അടിമക്ക് മനസ്സിലായിട്ടുണ്ട് ആ നായയുടെ വിശപ്പ് തീർന്നിട്ടില്ലാന്ന്. അപ്പോൾ തൻ്റെ കയ്യിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും 10 രൂപ ആ നായക്ക് നൽകുകയാണ്. ആ ദൂരെ നിന്ന് കാണുന്ന ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ഭക്ഷണമാണ് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അടിമ പറയുന്നുണ്ട്, എനിക്കൊരു ദിവസം 3 പത്തിരിയാണ് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞല്ലോ എന്നുള്ള ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാത്തതിന് സന്തോഷമാണ്, കാരണം ആ മിണ്ടാപ്രാണിയുടെ വിശപ്പ് ഞാൻ കാരണം അകറ്റിയല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെന്ന്. അപ്പോൾ അത്രയും ഒരു ധർമ്മം ചെയ്യുന്നൊരു അടിമയെ കണ്ടപ്പോൾ ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭയങ്കര അത്ഭുതമായിപ്പോയി. അപ്പോൾ ആ തോട്ടവും അടിമയും അടക്കം ആ തോട്ടത്തിൻ്റെ മുതലാളിയുടെ അടുത്ത് നിന്ന് അദ്ദേഹം വാങ്ങുന്നുണ്ട്. എന്നിട്ട് ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ അടിമയെയും മോചിപ്പിച്ചിട്ട് തൻ്റെ ആ തോട്ടത്തിന് ആ അടിമക്ക് നൽകുകയാണ്. പറയാനുള്ളത്, നിങ്ങൾ അള്ളാഹുവിനെ ഓർത്താൽ അവൻ നിങ്ങളെയും ഓർക്കും എന്നുള്ളതാണ്.